പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ തന്റെ തീരുമാനം അറിയിക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ കൺമണി. ഭാഗ്യശ്രീയുടെ സഹായവും ലഭിച്ചതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തിലാണ് കൺമണി ജയിലിലേക്ക് വന്ന് കൃഷിനെ കാണുന്നത്. കൺമണിയെ കണ്ടതിനെ തുടർന്ന് കൃഷിനും വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. ഇതോടെ കൃഷ് കൺമണിയോട് ഞാനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് നിന്നെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയതല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നു എനിക്ക് അറിയില്ല എന്നതാണ് സത്യം. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഇനി ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താ കൃഷ് സാർ, എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? അല്ല, ഇനി എനിക്ക് ധൈര്യമായി നമ്മളുടെ കുഞ്ഞുങ്ങളോട് പറയാമല്ലോ. നിങ്ങളുടെ അമ്മയെ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നേടിയെടുത്തത് എന്നുള്ള കാര്യം. അത് എനിക്ക് ചങ്കുറപ്പോടെ തന്നെ പറയാം. അമ്മയ്ക്ക് വേണ്ടി കുറച്ചുനാൾ ജയിലിലൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട് എന്ന്. ഇത് കേട്ട് കൺമണി പൊട്ടിച്ചിരിക്കുകയാണ്. കൃഷ് സാർ, ഭാഗ്യശ്രീ എന്നെ കാണാൻ വന്നിരുന്നു. അവരെ വിശ്വസിക്കാമോ? വിശ്വസിക്കാം കൺമണി. ബലരാമൻ നമ്മളെ ചതിക്കില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നിലേക്ക് പോകാം. ഞാൻ അവരെ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ഇതോടെ കൺമണി ഭാഗ്യശ്രീയെയും എനിക്ക് വിശ്വാസമാണ്. അവർ പണ്ട് നമ്മളെ സഹായിക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും അവരെ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് കൃഷ് സാറിനോട് കൂടി ഈ കാര്യം ചോദിക്കണമായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. കൺമണി, നീ ധൈര്യമായി മുന്നിലേക്ക് പൊക്കോളൂ. ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. എന്തിനും ഏതിനും കൂടെ ഞാനുണ്ട്. കൃഷ് സാറുണ്ട്, അത് ഉറപ്പ് തന്നെയാണ്. ഇതോടെ ജാമ്യത്തിന് വേണ്ടിയുള്ള ലെറ്റേഴ്സ് എല്ലാം കൃഷിന്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങുന്ന കൺമണി ബാക്കി കാര്യങ്ങൾ ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതോടെ കൃഷും വളരെയധികം സന്തോഷിക്കുന്നു. ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഭാഗ്യശ്രീയെ ചെന്ന് കാണുന്ന കൺമണി ഡോക്യുമെന്റ്സ് നൽകിയിരിക്കുകയാണ്. കൺമണി, നീ ധൈര്യമായിരിക്കെ. കൃഷിനെ നമ്മൾ പുറത്തിറക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇതിനു വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് നമുക്ക് ഉപകാരമേ ഉണ്ടാവുകയുള്ളൂ. ഇത് ഞാൻ നിനക്ക് നൽകുന്ന വാക്കാണ് എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് കൃഷിന്റെ അടുത്തേക്ക് എത്തുന്ന ബലരാമൻ, എന്താ ഇപ്പോൾ സന്തോഷമായില്ലേ കൃഷ്? കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും കൂടെ ഞാനുണ്ട് നിന്റെ. ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷിനും സന്തോഷമാവുകയും ബലരാമനെ കൃഷ് ഒടുവിൽ സംശയത്തിന്റെ നിഴലിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.